കർത്തൃനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചന ശുശ്രൂഷ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വന്ദനം. വീണ്ടും ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ്റെ കൊണ്ടും തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗവുമാകുന്നു എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നാം പഠിക്കുന്നത്. ആകയാൽ സാധാരണ ഒരു ശുശ്രൂഷയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ലൗകികമായി ലോകത്തിൽ പാർത്തുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും ജനങ്ങളെ ഒരുക്കുവാനുമുള്ള കാഴ്ചപ്പാടുള്ള ശുശ്രൂഷയാണ് ഇത്. എന്നാൽ ആ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിച്ച ശേഷം ലൗകിക സുഖ ധനസമ്പാദന മാർഗങ്ങൾ കണ്ട് വിളിയെയും തെരഞ്ഞെടുപ്പിനെയും നഷ്ടപ്പെടുത്തി ആത്മീയ അന്ധത ബാധിച്ച് തിരുവചനത്തിൽ കാണാത്ത ശുശ്രൂഷകളെ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാരുടെ ജീവിതത്തിൽ നടുനായകത്വം വഹിക്കുന്ന പിശാചിനെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു ബുദ്ധിയുപദേശമാണ് നാം ഇവിടെ ഈ നാളുകളിൽ വിചിന്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. സ്വയം ഉയർത്തപ്പെട്ട് ദൈവത്താൽ താഴ്ത്തപ്പെട്ട് നരകത്തിൽ അഗ്നിയാതനെ അനുഭവിക്കുന്നതിനേക്കാൾ ഈ ലോക ജീവിതത്തിൽ തന്നെ താൻ താഴ്ത്തി ദൈവത്താൽ ഉയർത്തപ്പെട്ട് സ്വർഗോന്നതങ്ങളിൽ ദൈവത്തോടുകൂടെ വസിക്കുന്നത് എത്രയോ അഭികാമ്യമായി അനുഗ്രഹിക്കപ്പെട്ട വിഷയം. ആകയാൽ ഇത് ഒരു ബുദ്ധിയുപദേശം. ഇന്നത്തെ പല കള്ളപ്രവാചകന്മാരിലും വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയുടെ ആരംഭവും ആരിൽ കൂടെയാണിത് വന്നിരിക്കുന്നതെന്നും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പൈശാചിക ശക്തിക്ക് അന്ധകാര ശക്തികൾക്ക് വരുവാൻ പോകുന്നതും വന്നതുമായ ദോഷങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവചന വേദഭാഗമാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സോർ രാജാവിനെ കുറിച്ച് വീണ്ടും തുടരുകയാണ്. അവൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞ അവൻ്റെ അഹങ്കാരങ്ങൾ. ഇന്ന് സോർ ഭൂമിയിലില്ല, ആ രാജ്യമില്ല. ഒരു കാലത്ത് ലോകത്തിലെ വാണിജ്യ വ്യവസ്ഥാപനങ്ങളുടെ തലസ്ഥാനമായിരുന്നു സോർ പട്ടണം. എന്നാൽ ഇന്നതില്ല. എന്താണ് അതിന് കാരണം? ശ്രദ്ധിക്കുക, അവൻ്റെ കുറ്റപത്രം. ഞാൻ ദൈവമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധനാപാത്രം എന്നർത്ഥം. ഇന്നത്തെ ചില വ്യക്തികൾ ഇരിക്കുന്ന സിംഹാസനവും അവരുടെ വേഷഭൂഷാദികളും കയ്യിൽ ഒരു പിങ്ക് തുണിയുടെ അറ്റത്തുള്ള കുരിശും കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ വലിയ ചങ്ങലകളുടെ അറ്റത്തുള്ള സ്വർണ്ണ കുരിശും സ്വർണം പൂശിയ കുരിശും വെള്ളിക്കുരിശും നെഞ്ചത്തുകൂടെ 3 ചങ്ങലകളുള്ള മാല വെച്ചിട്ട് 3 കുരിശുകൾ 3 ഭാഗത്തായി വെച്ച് 3 കുരിശുകൾ. ഒരിക്കലൊരു ബിഷപ്പിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗോൽഗോഥാ മലയിലെ 3 കുരിശുകളാണ് ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ശരിയാണ്. ഒരുവൻ പാപത്തിൽ ചത്തു, ഒരുവൻ പാപം ഏറ്റുപറഞ്ഞു മരിച്ചു, ഒരുവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു. ഇത് 3 കൊണ്ട് നടക്കുന്ന ഒരു സമ്മിശ്ര ജനസമൂഹമാണിവർ. ഞാൻ ദൈവമായിരിക്കുന്നു. അതുകൊണ്ടല്ലേ പേര് തന്നെ ഒന്ന് നോക്ക്, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പോപ്പ്, പിതാവ്. നിങ്ങൾ ഭൂമിയിൽ ആരും പിതാവെന്ന് പേരെടുക്കരുത് എന്ന് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അന്ത്യ ശുശ്രൂഷകളിൽ പറഞ്ഞിരിക്കുന്നതിന് ഘടകവിരുദ്ധമല്ലേ അത്? ആത്മീയ ഗോളത്തിലും അപ്പച്ചന്മാരൊരുപാട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പച്ചനെ കാണാൻ വന്നിരിക്കുന്നു, ഇന്ന് അപ്പച്ചൻ പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഈ അപ്പച്ചൻ എഴുന്നേറ്റ് പറയണം, ഞാൻ അപ്പച്ചനല്ല, ഞാൻ ശുശ്രൂഷകനാണ് എന്ന്. ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ആ കുരിശ് തലയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ലഭിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കുരിശുവന്ദനം മുത്തമൊക്കെ ചെയ്തേച്ചു പോകാൻ ആളുകൾ വെമ്പുന്നത്. സോർ രാജാവും അങ്ങനെയായിരുന്നു. ഞാൻ ദൈവമായിരിക്കുന്നു എന്ന് പറഞ്ഞു. 1-ാമത്തെ കുറ്റപത്രം. 2, ഞാൻ ദൂത സമൂഹ മധ്യത്തിലിരിക്കുന്നു. 100 കണക്കിന് ആരാധകരെ ചുറ്റും നിർത്തും. തനിയെ പോകുകയില്ല. എവിടെ പോയാലും ഒരു പറ്റം ആളുകളെയും കൊണ്ടാണ് പോകുന്നത്. 3, അവൻ ദൈവാസനം എനിക്കുണ്ടെന്ന് പറയുന്നു. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന പദം സീറ്റ് ഓഫ് ഗോഡ്. ഞാൻ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. സകലത്തെയും ഞാൻ കാൽക്കീഴാക്കിയിരിക്കും, സകലത്തെയും ഞാൻ ഭരിക്കും. എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആസനമാണ് എൻ്റെ സിംഹാസനം. ഇതിൽ വേറെ ആരെയും ഇരുത്തുകയില്ല എന്ന് പറഞ്ഞ്
കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന പണം, സ്ഥാനം, മാനം, മഹിമ, സിംഹാസനം എന്നിവ ഉറപ്പിക്കുവാൻ അവിടെയും ഇവിടെയും പാനലുകൾ രൂപീകരിച്ചു നടക്കുന്ന ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്നവരും ഇവന്റെ പിൻഗാമികളാണെന്നുള്ളത് പച്ചയ്ക്ക് പറയാതിരിപ്പാൻ നിർവാഹമില്ല. അവൻ പറയുകയാണ്, ഞാൻ ദാനിയേലിൽ ജ്ഞാനിയത്രേ, ഞാൻ അറിയാതെ മറച്ചു വയ്ക്കപ്പെട്ട ഒരു രഹസ്യവുമില്ല. അവൻ സർവജ്ഞാനി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. നിന്റെ ഹൃദയം ഗർവം കൊണ്ട് നിറഞ്ഞു, നീ ദൈവഭാവം നടിച്ചു. ദൈവം പറയുകയാണ്, ശിക്ഷകൾ നടത്തും, നിനക്ക് ശിക്ഷ വരാതിരിക്കത്തില്ല. എന്തെല്ലാമാണ് ശിക്ഷ? നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. യെഹെസ്കേൽ പ്രവചനം 28:7. ഇവിടെ ഇവന് ശിക്ഷ നടത്തുമ്പോൾ ദൈവം വാൾ ഊരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, ആ വാൾ ദൈവത്തിൻ്റെ വചനത്തെ കാണിക്കുന്നതാണ്. ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടില്ലല്ലോ. ആ വാൾ കൊണ്ട് അവനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞതിൻ്റെ സാരം എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 വചനം കൊണ്ട്. ആ വാളിനുള്ള വിശേഷത, അത് പ്രാണനെയും ആത്മാവിനെയും സന്ധികളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും വിചിന്തനകളെയും ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ച് വ്യത്യാസപ്പെടുത്തുന്നതും ആകുന്നു. ഇനിയും ശിക്ഷാവിധിയുടെ ഭാഗത്തെക്കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ളത് കൂടെ ഒന്ന് നോക്കുക. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യവും ഒന്നിച്ച് വന്നുകൂടുന്നത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിൻ്റെ മുൻഭാഗ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും, കണ്ടോണം, അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവചനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിക്കുന്നവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് ആകാശത്തിലെ സകലപക്ഷികൾക്കും തൃപ്തി വന്നു. അപ്പോൾ വാള് എന്ന ദൈവവചനത്തിലെ പ്രമാണം, അതിൻ്റെ പ്രയോഗം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം അവനെ കുഴിയിൽ ഇറങ്ങുമാറാക്കും. യെഹെസ്കേൽ പ്രവചനം 28:8 അക്ഷരം പ്രതി വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും നിറവേറുന്നു. അവനെ ദൂതസഞ്ചയത്തിന്റെ മധ്യേ നിഹിതനെ പോലെയാക്കും. നിഹതൻ എന്ന പദത്തിന് മരിച്ചവനെ പോലെയാക്കും, ക്രിയാരഹിതനാക്കും. ഇപ്പം ക്രിയാപൂർണനായി ലോകത്തിലൊക്കെയും വിശുദ്ധന്മാരെ വിഴുങ്ങേണ്ടതിന് വഞ്ചനയുടെ ദൂതും വഹിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് നശിപ്പിക്കുവാൻ കള്ളപ്രവാചകന്മാരുടെ ഹൃദയത്തിൽ അവരെ കയ്യേന്തി നടത്തുകയല്ലേ. യെഹെസ്കേൽ പ്രവചനം 28:9 അവനെ വെട്ടി നിലത്തിട്ടു. ആദ്യ ശിക്ഷ. യെശയ്യാ പ്രവചനം 14:12 നിന്ദ്യനായ ഒരു ചുള്ളിയെപ്പോലെയും വാൾ കൊണ്ട് കുത്തേറ്റ് മരിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ നിന്നെ എറിഞ്ഞുകളയും. 14-ാം അധ്യായം 18-19. എന്നിട്ട് പറയുകയാണ്, അവന് ശവസംസ്കാരം ഉണ്ടാകയില്ല. ഇന്നെന്താ വാപ്പോ, ചെയ്യാത്ത കാര്യം ചെയ്തുവെന്നും ചെയ്ത പാപങ്ങൾ ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ശവപ്പെട്ടിക്ക് ചുറ്റും നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണുകയില്ലേ. ശവസംസ്കാരം ഏതെല്ലാം വിധത്തിലാണ്? 6 അടി നീളം, 6 അടി വീതി, 6 അടി താഴ്ചയിൽ കുഴിയുണ്ടാക്കി വീട്ടി തടി കൊണ്ട് സിംഹാസനമുണ്ടാക്കി ചത്ത ശവത്തിന് കുഷ്യനിട്ടിട്ട് ഇറക്കി വെച്ച ശേഷം കുന്തുരുക്കവും ഉപ്പും കൊണ്ട് നിറച്ച് എന്തെല്ലാം തരത്തിലാണ് ഈ ശവസംസ്കാരങ്ങളൊക്കെ നടക്കുന്നത്. പാട്ടും തകർപ്പും. പക്ഷെ ഒരു കാര്യം, ഗുരുവിന് കിട്ടുവാൻ പോകുന്നത് ഇതൊന്നുമല്ല. അവനെ എറിഞ്ഞുകളയും, ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് അവനെ തള്ളിക്കളയും. വെളിപ്പാട് പുസ്തകം
19 വെളിപ്പാട് ദിവസം 20 അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. വെളിപ്പാട് ദിവസം 20 അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 14:4 ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസർ അവൻ്റെ മരണം പോലെ, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ അഹങ്കാരങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അവൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ അടക്കത്തെക്കുറിച്ചും ഒന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ദാനിയേൽ പ്രവചനം 4:29-30 വാക്യങ്ങൾ ഒന്ന് പഠിച്ചു തുടങ്ങിയതൊക്കെ എൻ്റെ മഹത്വത്തിന് ഞാൻ പണിത മഹദിയാം ബാബിലോൺ അല്ലയോ. എന്നെ കേൾക്കുന്നവരെ, ദൈവം പണിയാതെ ഒരു പണിയുമില്ല. ദൈവം അനുവദിക്കാത്ത പണികൾ വല്ലതുമുണ്ടെങ്കിൽ അത് തീയിൽ കൂടെ ശോധന ചെയ്യപ്പെടും. നിലനിൽക്കുന്നതിന് മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നുകൂടെ മറന്നു പോകരുത്. ആധാരമായി മത്തായി സുവിശേഷം 4:8, ലൂക്കോസിന്റെ സുവിശേഷം 4:6, യോഹന്നാന്റെ 5-18 വാക്യം. അഹങ്കരിച്ചു വരുന്ന ഇവൻ ദൈവപുത്രന്റെ അടുക്കൽ പോലും അവനെയും അവനുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവപുത്രന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, കള്ളത്തരം, ഭോഷ്ക്, ഇതൊക്കെ എങ്കൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവന് ഞാനത് കൊടുക്കും എന്ന്. സർപ്പം ഹവ്വയെ വഞ്ചിച്ച് ആദാമിൽ നിന്നും കരസ്ഥമാക്കിയ സ്വത്തല്ലാതെ, വഞ്ചനയുടെ ആത്മാവിനാൽ ലഭിച്ചതല്ലാതെ, ദൈവം കൊടുത്തത് നഷ്ടമാക്കിയതല്ലാതെ ഇവൻ വല്ലതും സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. കള്ളപ്രവാചകന്മാരും അങ്ങനെ തന്നെ. ഇല്ലാത്ത കാര്യമുണ്ട് എന്നും ഉള്ള കാര്യങ്ങളില്ല എന്നും ദൈവവചനത്തെ കോട്ടിമാട്ടിക്കൊണ്ട് തങ്ങൾക്ക് ബോധിച്ച വിധത്തിൽ ഉപദേശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ശിഷ്യഗണത്തെ തങ്ങളുടെ പാട്ടിലാക്കിക്കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച് വിമാനത്തിലും അല്ലാതെയും പോയി സമ്പാദിച്ചു വാരിക്കൂട്ടിയതല്ലാതെ എന്തെങ്കിലും ഇവരുടെ പക്കൽ ഉണ്ടോ? എന്നിട്ട് രാജമന്ദിരത്തിന്മേൽ ഉലാവുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കണ്ടു 4:29-30. പശ്ചിമ ചക്രവാളത്തിൽ സൂര്യൻ അടങ്ങുമ്പോൾ, അസ്തമിക്കുമ്പോൾ അതിൻ്റെ ചെങ്കതിരവൻ ബാബിലോൺ പട്ടണത്തിലുള്ള തൂക്കുവനങ്ങളിന്മേലും അതുപോലെ അവിടെ ഉണ്ടാകുന്ന ആ സ്വർണശോഭ കൊണ്ട് പറഞ്ഞതാണ്, ഇതൊക്കെ എൻ്റെ മഹത്വത്തിനു വേണ്ടി ഞാൻ പണിത മഹദിയാം ബാബിലോൺ അല്ലയോ. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ അത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് സുബോധം നഷ്ടപ്പെട്ടു പോയി. മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ അടക്കം ലഭിക്കുമായിരുന്നു മരണത്തിങ്കൽ. ദൈവവചനത്തിൽ ഒരു 3 പേരുടെ ഉദാഹരണം ഞാൻ പറയാം. നെബൂഖദ്നേസർ അഹങ്കരിച്ചതുകൊണ്ട് പുല്ലു തിന്ന് കാടി കുടിച്ചു. ഹെരോദാവ് അഹങ്കരിച്ചതുകൊണ്ട് പുഴു ആരിച്ച് താഴെ വീണ് ചത്തു. 30 വെള്ളിക്കാശിന് യജമാനനെ വിറ്റതുകൊണ്ട്, ഒറ്റുകൊടുത്തതുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ കെട്ടിത്തൂങ്ങിച്ചത്തു. നിന്റെ ദൈവമായ യഹോവയെ അനുസരിപ്പാൻ ഞാൻ ആരാണ്, നിന്റെ ദൈവം ആരാണെന്ന് ചോദിച്ച അഹങ്കാരി ഫറവോൻ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ നീലനദിയിലെ നല്ല വെള്ളം കുടിച്ച് അവസാനം അന്ത്യശ്വാസം വലിക്കാമായിരുന്നു. അത് സംഭവിച്ചില്ല. അവൻ ചെങ്കടലിന് നടുവിൽ ഉപ്പുവെള്ളം കുടിച്ചു ചത്തു. രാജ്യത്ത് കൊണ്ടുവന്ന് അടക്കുവാൻ പോലും ശവം കിട്ടാതെ കടലിനെ വീണ്ടും യോജിപ്പിച്ചപ്പോൾ ഉണ്ടായ കാറ്റിൽ ദൈവം അവന്റെ ശവം എടുത്ത് മരുഭൂമിയുടെ തീരത്ത് കൊണ്ടടിച്ചു. ഇതാണ് അഹങ്കാരികൾക്ക് വരുന്ന ശിക്ഷ. രാജമന്ദിരത്തിന്മേൽ ഉലാവുന്നു. പ്രിയരെ, ഈ കൊട്ടാരങ്ങളും മന്ദിരങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഉന്നതന്മാരിന്ന് എവിടെ? പത്രോസ് എഴുതിയ 1 ലേഖനം 5-8 വാക്യത്തിൽ വിശുദ്ധന്മാരെ പോലും വിഴുങ്ങേണ്ടതിനു വേണ്ടി അലർന്ന സിംഹം പോലെ നാടനമല്ലേ, നാട്യമല്ലേ ഇത് മുഴുവൻ യാഥാർത്ഥ്യമായതുണ്ടോ? ഇല്ലവേ ഇല്ല. സത്യത്തിന്റെ ആത്മാവ് ഇവരിൽ നിന്ന് പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവന് പരിമിതമായ വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. ഇയ്യോബ് 1:7, 2:2 ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുകയാണ്. ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിക്കുകയാണ്. നമ്മുടെ ദൈവത്തിനുള്ള വിശേഷത ഊടാടേണ്ട കാര്യമില്ല. സ്വർഗസിംഹാസനം സ്ഥിരവാസിയായിരിക്കുന്നു. ഉന്നതനും ഉയർന്നവനും ശാശ്വാസിയും പരിശുദ്ധവാനുമായ ദൈവം തൻ്റെ സിംഹാസനത്തിൽ എന്നേക്കുമായി വസിക്കുന്നു. അപ്പാ ദൈവത്തിന് മഹത്വം. നെബൂഖദ്നേസറിന്റെ അന്ത്യം ശിക്ഷ. അതിനുള്ള കാരണം അഹങ്കാരവും ഉന്നതഭാവവും
ദാനിയേൽ പ്രവചനം 4:31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അവൻ പോലും മാനസാന്തരപ്പെട്ട് തിരികെ വന്നു, എന്നാൽ ഈ കള്ളപ്രവാചകന്മാർ ഒരിക്കലും തിരികെ വരികയില്ല, അതിൽ തന്നെ അവസാനം കാണും. അവന് മാനസാന്തരവും മടങ്ങിവരവും ഉണ്ടായിരുന്നു നെബൂഖദ്നേസറിന്. അതും ഒരു ബുദ്ധിയുപദേശം. ഇവന്റെ പാപം, അവന്റെ താരതമ്യം ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവചനം 22:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും വായിച്ചാൽ അത് ഗ്രഹിക്കാകുന്നതാണ്. സോർ പ്രഭുവിന്റെ കുറ്റകൃത്യം, അവന്റെ ഹൃദയം നിഗളിച്ചു. 28:2. അവൻ ദൈവഭാവം നടിച്ചു. 28:2. ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും ധനം സമ്പാദിച്ചു. ഗേഹസിയും അതുപോലെ തന്നെ ധനം സമ്പാദിച്ചു, ദ്രവ്യം സമ്പാദിച്ചു. ഒലിവ് തോട്ടവും മുന്തിരിത്തോട്ടവും ഒരുപാട് വാങ്ങിക്കൂട്ടി. ആടുമാടുകൾ, ദാസീദാസന്മാർ മേടിപ്പാൻ സമയം ചെലവഴിച്ചു. ശിക്ഷ, നയമാന്റെ കുഷ്ഠം ഇവനും വന്നു, അവനും അവന്റെ സന്തതിക്കും തന്നെ. അവന്റെ ശരീരം ഹിമം പോലെ വെളുത്തു. ദൈവ തേജസ് കൊണ്ട് വെളുത്തതല്ല. മോശയുടെ മുഖം ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞല്ലോ. ഒരുപക്ഷെങ്കിൽ ഇതറിയാൻ വയ്യാത്തവരുടെ അടുക്കൽ പോയി ഗേഹസിയും ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞതാണെന്ന് പറയാം. അല്ല പ്രിയപ്പെട്ടവരെ, ഇത് നയമാന്റെ കുഷ്ഠമാണ് ഇവന്റെ മുഖം വെളുത്തിരിക്കുവാൻ കാരണം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. മുഖത്തുള്ള എല്ലാ വെളുപ്പും ദൈവതേജസ്സാൽ ഉണ്ടാക്കപ്പെടുന്നതല്ല, എന്നാൽ ദൈവത്തിങ്കലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി എന്ന് 34 സങ്കീർത്തനം 5, പുറപ്പാട് പുസ്തകം 34:27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തല പ്രവൃത്തിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കല്ലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മുട്ടുകുത്തിയ പ്രാർത്ഥിക്കുന്ന, കൈകൾ ഉയർത്തി സ്വർഗത്തേക്ക് നോക്കുന്ന, മാംസപേശികൾ ചതഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അസ്ഥികൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തേഫാനോസിന്റെ മുഖവും പ്രകാശിതമായി. മത്തായി സുവിശേഷം 17:2 മറുരൂപമലയിൽ ദൈവപുത്രന്റെ മുഖവും പ്രകാശപൂരിതമായി. ഇന്ന് പിശാചും മൃഗവും കള്ളപ്രവാചകനും അവരെക്കുറിച്ച് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ തുടർന്ന് പഠിപ്പാൻ ദൈവാത്മാവ് നമ്മൾക്ക് കൃപ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദ പഠന പരമ്പരയ്ക്ക് ഇവിടെ ഇന്നത്തേക്ക് വിരാമം കുറിക്കുന്നു. കേൾവിക്കാരെയെല്ലാം ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കേണ്ടതിന് വേണ്ടി ദിവസം തോറും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, പുത്രന്റെ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷകൾക്കായി സ്തോത്രം. ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ചെയ്യുന്ന ഏത് ശുശ്രൂഷകളും, പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളും, പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളും വേദാനുസൃതമാകുന്നുവോ എന്ന് ദിനംതോറും പരിശോധിച്ചു നോക്കുവാൻ ആവശ്യമായ കൃപയും ആത്മദൃഷ്ടിയുടെ പ്രകാശനവും തന്ന് ഞങ്ങളെ നടത്തിക്കൊള്ളണം. വീണുപോയവരോടുകൂടെ വീഴുവാനല്ല, നിലനിൽക്കുന്നവരോടുകൂടെ നിലനിൽക്കുവാൻ ദൈവകൃപ തന്ന് ഞങ്ങളെ നടത്തണം. വീഴാതെ വണ്ണം ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ മഹിമാ സന്നിധിയിൽ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തുവാൻ ശക്തനായ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ പുത്രനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.